നമസ്കാരം. ചോദ്യം ഉത്തരം പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 34 വർഷത്തെ സർവീസ് ജീവിതം അവസാനിപ്പിച്ച് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നിന്നും TP സെൻകുമാർ വിരമിച്ചിരിക്കുന്നു. സംഭവ ബഹുലമായിരുന്നു അദ്ദേഹത്തിൻ്റെ സർവീസ് ജീവിതം. ചോദ്യം ഉത്തരം പരിപാടിയിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ശ്രീ TP സെൻകുമാർ. സ്വാഗതം ശ്രീ TP സെൻകുമാർ. 34 വർഷത്തെ സർവീസ് ജീവിതം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം വളരെ സംഭവ ബഹുലമായിരിക്കും. എന്നാൽ കേരളം താങ്കളിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, അറിയാൻ ആഗ്രഹിക്കുന്നത്, സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിച്ച് വീണ്ടും സെൻകുമാർ സംസ്ഥാന പോലീസ് മേധാവിയായതിനു ശേഷമുള്ള താങ്കളുടെ 55 ദിവസത്തെ ജീവിതാനുഭവങ്ങളാണ്. എൻ്റെ ആദ്യത്തെ ചോദ്യം, സംസ്ഥാന പോലീസ് മേധാവിയായി വീണ്ടും താങ്കൾ വന്നതിന് ശേഷം പോലീസ് വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനുമായി TP സെൻകുമാറിൻ്റെ ബന്ധം എങ്ങനെയായിരുന്നു? എനിക്കറിയാവുന്ന ബന്ധം, പ്രത്യക്ഷമായിട്ട് എനിക്കുണ്ടായ അനുഭവം അതല്ല എന്ന് വിശ്വസിക്കാൻ എനിക്ക് കാരണങ്ങളൊന്നുമില്ല. ഏറ്റവും നല്ല രീതിയിലായിരുന്നു. ഞാൻ നിരവധി ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയിട്ടും അല്ലെങ്കിൽ അദ്ദേഹം ടൂറിലായിരുന്ന സമയത്ത് ചിലയിടങ്ങളിലുമൊക്കെ അദ്ദേഹത്തെ സന്ദർശിച്ച് സംസാരിച്ചിട്ടുണ്ട്, ബ്രീഫ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ. ഫോണിൽ മിക്കവാറും എല്ലാ ദിവസവും എന്ന് പറയുന്ന പോലെ തന്നെ അദ്ദേഹത്തിനെ ബ്രീഫ് ചെയ്യാറുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എനിക്ക് വളരെ നല്ല സമീപനമായിട്ടാണ് തോന്നിയത്. അങ്ങനെ അല്പം പോലും മോശമായിട്ടുള്ള ഒരു സമീപനവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഈ ദിവസങ്ങളിലുണ്ടായിട്ടില്ല. ശരി, താങ്കളുടെ ഈ മറുപടിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത്, ഈ കഴിഞ്ഞ 55 ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് പൂർണ്ണമായ പിന്തുണയാണ് DGP ആയ TP സെൻകുമാറിന് ലഭിച്ചുകൊണ്ടിരുന്നത്. അപ്പാരൻ്റ്ലി ഞാനും അദ്ദേഹം തമ്മിലുള്ള റിലേഷൻസ് വളരെ നന്നായിരുന്നു. ഞാൻ അതിന് ഉള്ളിൽ എന്തെങ്കിലും നടന്നതായിട്ട് വളരെ 2-3 ചെറിയ സംഭവങ്ങളാണ് അതിനിടയിൽ നടന്നിട്ടുള്ളത്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട്, പ്രത്യേകിച്ച് ഇപ്പം ഞങ്ങളൊരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ വീണ്ടും വന്ന സമയത്ത് ഒരു പക്ഷേ അദ്ദേഹത്തിന് എന്നെ അത്ര മനസ്സിലായിട്ട് വിശ്വാസം ഉണ്ടാകണമെന്ന് ഇല്ല. തീർച്ചയായിട്ടും എനിക്ക് തന്നെ തോന്നി തുടങ്ങി ലാസ്റ്റ് ഒരു 15-20 ദിവസങ്ങളൊക്കെ ആയപ്പോഴും വളരെ വിശ്വാസപൂർവ്വം. ഇപ്പോൾ പല കേസുകളുടെ കാര്യം ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ പറയുന്നതിന് അദ്ദേഹം അംഗീകരിക്കുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനൊന്നും യാതൊരു എതിർപ്പുണ്ടായിട്ടില്ല. ഈ ഒരു വർഷം എന്നെ ബുദ്ധിമുട്ടിച്ച ആളാണ് മാറ്റിയ ആൾ. അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്തെങ്കിൽ എനിക്ക് പറഞ്ഞാൽ പോരെ. ഞാനീ പറയുന്നത് സത്യമാണ്. സത്യമല്ലാത്ത കാര്യം ഞാൻ എന്തിനാണ് പറയുന്നത്? ശരി, മോശമായിട്ട് അദ്ദേഹം താങ്കളോട് പെരുമാറിയിട്ടുണ്ടാവില്ല. പക്ഷേ ചില നടപടികളിലൂടെ താങ്കളെ കോർണർ ചെയ്യാൻ ഈ സർക്കാർ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം ഉദാഹരണത്തിന്, താങ്കൾ വന്ന് DGP ആയി വീണ്ടും ചുമതലയേൽക്കുന്നതിന് തൊട്ടു മുമ്പ് വലിയ അഴിച്ചുപണിയാണ് പോലീസ് സംവിധാനത്തിൽ നടപ്പാക്കിയത്. വലിയ സ്ഥലം മാറ്റമാണ് ഉദ്യോഗസ്ഥ തലത്തിൽ നടപ്പാക്കിയത്. എന്ന് മാത്രവുമല്ല, ടോമിൻ ജെ തച്ചങ്കരിയെ പോലീസ് ആസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനായി നിയമിക്കുന്നു. താങ്കൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ, DGP കഴിഞ്ഞാൽ, പോലീസ് മേധാവി കഴിഞ്ഞാൽ, ഒരു പോലീസ് സേനയ്ക്കുള്ളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളാണ് ആ പോലീസ് ആസ്ഥാനത്തിൻ്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്. എന്തിനാണ് തച്ചങ്കരി എന്ന വിശ്വസ്തനെ താങ്കൾക്ക് താഴെ നിയമിച്ചത്? താങ്കൾക്ക് മൂക്കുകയറിടാനാണ്? ടോമിൻ തച്ചങ്കരി എന്ന് പറയുന്ന ഒരാൾ അവിടെ പോസ്റ്റ് ചെയ്തത് ഞാൻ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട്. അതൊരു പക്ഷേ ഈ പറയുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില ഓഫീസർമാർ ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങോട്ട് പോയി പറയും ഞാൻ അത് ചെയ്തു തരാം, ഇത് ചെയ്തു തരാം, എനിക്ക് ഈ കേപ്പബിലിറ്റി ഉണ്ട്, ആ കേപ്പബിലിറ്റി ഉണ്ട്. ഒരുപക്ഷെ അതൊക്കെ കൂടി കൊണ്ടായിരിക്കാം അവർക്ക് തീർച്ചയായിട്ടും ആ ഗവൺമെൻറ്റിന് ആ സമയത്ത്, ഞാൻ വരുന്ന സമയത്ത്, ഇപ്പം തിരിച്ചു വരുന്ന സമയത്തുള്ള വിശ്വാസം ഉണ്ടായിരിക്കണമെന്നില്ല. അങ്ങനെ മറ്റാരെങ്കിലും അവിടെയാണ് പ്രശ്നം. അതായത് ഈ 55 ദിവസത്തെ ആ കാലയളവ് എന്ന് പറയുമ്പോൾ താങ്കൾ സർക്കാരുമായി ഫൈറ്റ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന ഉദ്യോഗസ്ഥനാണ്. താങ്കളെ വിശ്വാസം ഉണ്ടായിരുന്നില്ല സർക്കാരിന്. അതുകൊണ്ട് താങ്കളെ നിരീക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ടോമിൻ ജെ തച്ചങ്കരി നിയമിച്ചത്. അല്ല, ഹൈക്കോടതി, താങ്കൾക്ക് കോടതിയിൽ വലിയ വിശ്വാസമാണല്ലോ, കോടതി താങ്കൾക്ക് നീതി നൽകിയിട്ടുമുണ്ട്. കോടതി തന്നെ ചോദിച്ചതാണല്ലോ, TP സെൻകുമാറിനെ നിരീക്ഷിക്കാനാണോ ടോമിൻ ജെ തച്ചങ്കരി അവിടെ കൊണ്ടുവന്ന് നിയമിച്ചത് എന്ന്. ആ കേസ് കോടതിയിലാണ്, അത് തീരുമാനിക്കാൻ വെച്ചിരിക്കുന്നുള്ളൂ. അപ്പോൾ അതായിരിക്കാം. ഇപ്പം ഞാൻ അതല്ലാന്ന് പറഞ്ഞില്ലല്ലോ. എനിക്ക് മുമ്പേ 2 ദിവസം മുമ്പേ ടോമിൻ തച്ചങ്കരിയെ പോസ്റ്റ് ചെയ്യുക മാത്രമല്ല, അതിനുശേഷം ഞാൻ അങ്ങോട്ട് പറയാം. അതിനുശേഷം ഇപ്പോൾ ടോമിൻ തച്ചങ്കരി എന്ന് പറയുന്ന വിശിഷ്ട വ്യക്തിക്ക് കൊടുത്തിരുന്നത് KBBSൻ്റെ എൻ്റെ MD, അത് ഇവിടെ ADGP ഹെഡ് ക്വാർട്ടേഴ്സ്, അതുകൂടാതെ അവിടെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബൽറാം കുമാർ ഉപാധ്യായ ലീവിന് പോയപ്പോൾ KPHCയുടെ ചാർജ്, IGHQൻ്റെ ചാർജ്, ഇങ്ങനെ കുറേയധികം കൊടുത്തിരുന്നു. അത് എനിക്ക് തോന്നുന്നത് ഒരു പൊളിറ്റിക്കൽ ഡിസിഷനേക്കാൾ ഉപരിയായിട്ട് അതിൽ വന്നിരിക്കുന്ന സ്വാധീനങ്ങളെന്ന് പറയുന്നത് മറ്റ് സ്വാധീനങ്ങളുണ്ട്. അതായത് ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ എന്നെ എന്താണ് സാമാന്യയിലേക്ക് എന്നെ കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഇത് ചെയ്യണമെന്ന് വിചാരിക്കുന്ന വിവരമുള്ള ഓഫീസർമാരാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക, അവിടെ ഏറ്റവും നല്ല കഴിവുള്ള ഒരു ഉദ്യോഗസ്ഥനെ വയ്ക്കാനാണ്. അതായത് പോലീസ് പ്രൊസീജിയറിനെ പറ്റിയും പോലീസിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല, അതുപോലെ എങ്ങനെയാണ് ഇത് നടത്തേണ്ടതെന്നൊക്കെ കഴിവുള്ളൊരു ഓഫീസർ വയ്ക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം. അല്ല, അത്തരം ധാരണയൊന്നും ഇല്ലാത്ത ഒരാളാണ് ഈ ടോമിൻ ജെ തച്ചങ്കരി. പോലീസിനെ പറ്റി എന്തെങ്കിലും അറിയുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല.
ഞാൻ അവിടെ ചെന്ന വശം ഫയലുകളിൽ പറയായിരുന്നു, എനിക്ക് വരുന്ന ഫയലുകളിൽ യെസ് അല്ലെങ്കിൽ ഫോർ ഓർഡേഴ്സ്, മനസ്സിലായോ? ഇതല്ല ഒരു സീനിയർ, ഞാൻ അവിടെ പണ്ടും പറഞ്ഞിരുന്നു ഇപ്പോഴും പറഞ്ഞിരുന്നു, എല്ലാ സീനിയർ ഓഫീസേഴ്സും പറയും എന്താണ്, ഓരോ തലത്തിലും ഒരു ഫയൽ അനലൈസ് ചെയ്ത് എഴുതേണ്ട ചുമതല ആ ലെവലിലുള്ള ഓഫീസർക്കുണ്ട്. അപ്പോൾ ഒരു DGPക്ക് വരുന്ന ഫയലിൽ DGP തന്നെ A to Z പഠിച്ചിട്ടല്ല അതിൽ മിക്കവാറും ഫയലിൽ തീരുമാനം എടുക്കുക. അപ്പോൾ ഒരു ADG ഹെഡ് ക്വാർട്ടറോ അല്ലെങ്കിൽ IG ഹെഡ് ക്വാർട്ടറോ എഴുതുന്ന സമയത്ത് അതുവരെയുള്ള പ്രോസ് ആൻഡ് കോൺസും അവരുടെ സ്വന്തമായിട്ടുള്ള ഒപ്പീനിയനും അതിൽ ചേർത്തിട്ട് ഈ ഓപ്ഷൻസ് ഉണ്ട്, ഇതാണ് നമുക്ക് സ്വീകാര്യം നല്ലത് എന്ന് പറഞ്ഞ് എഴുതാണ് വേണ്ടത്. അങ്ങനെ ഒരു ഫയൽ പോലും വന്നിട്ടില്ല. അപ്പോൾ കാരണം എഴുതാറിയില്ല, പഠിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് അതല്ലാതെ തന്നെ പ്രോബബ്ലി ഹി ഡിഡ് നോട്ട് വർക്ക് ഇൻ പോലീസ് ആൾസോ മോസ്റ്റ് ഓഫ് ദ ടൈം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷേ എന്തായാലും അങ്ങനെ യാതൊരുവിധ കഴിവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇതിന് മുമ്പും തോന്നിയിട്ടില്ല, ഇപ്പോഴും തോന്നുന്നില്ല. അങ്ങനെ കഴിവില്ലാത്തൊരു ഉദ്യോഗസ്ഥനെ താങ്കൾക്ക് കീഴിൽ കൊണ്ടുവന്ന് നിയമിക്കുമ്പോൾ താങ്കൾ പറഞ്ഞു അതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ ആകാൻ സാധ്യതയില്ല, ചില ഉദ്യോഗസ്ഥരുടെ താല്പര്യങ്ങളായിരിക്കുമെന്ന്. അങ്ങനെ ഒരു ഗൂഢാലോചന നടത്തിയ ഉദ്യോഗസ്ഥരാരാണ്? അതിപ്പോൾ താങ്കൾക്ക് പറയാമല്ലോ. അല്ല, അങ്ങനെ ഗൂഢാലോചന നടത്തിയ ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞാൽ ഒന്ന് എനിക്ക് സംശയമുള്ളത്, എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ്റിനെ ഉപദേശിക്കുന്ന ഒന്ന് ചീഫ് സെക്രട്ടറിയാണ്, നളിനിയേറ്റവും. പിന്നെ കാരണം ഇപ്പോൾ ഇവിടെ നടന്നിരുന്ന പല കാര്യങ്ങളും അങ്ങനെയാണല്ലോ പോകുന്നത്. പിന്നെ അതുപോലെ ഇപ്പം ഒരു എന്നെപ്പറ്റി കൃത്യമായിട്ട് ധാരണയില്ലാത്ത ഒരാളോട് ഓക്കെ ഇയാൾ ഇത് ചെയ്യും അല്ലെങ്കിൽ ഇന്ന പോസിബിലിറ്റി ഉണ്ട്, അപ്പോൾ അത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് വേറെ ഉണ്ടായിരിക്കണം. താങ്കൾ അറിയാതെ മിനിസ്റ്റീരിയൽ യോഗം വിളിക്കുന്നു ടോമിൻ ജെ തച്ചങ്കരി. അതുമായി ബന്ധപ്പെട്ട് താങ്കളുടെ മുറിയിൽ താങ്കൾ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി വിശദീകരണം ആവശ്യപ്പെടുന്നു. പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകൾ വിശ്വസിക്കാമെങ്കിൽ കയ്യേറ്റം വരെ എത്തുന്ന വാക്കേറ്റം എന്നാണ്. എന്താണ് സംഭവിച്ചത് സെൻകുമാർ? അല്ല, ഇത്തരം ഒരു ഇൻഡിസിപ്ലിൻ ഒരു ഓഫീസർ കാണിക്കുമ്പോൾ ഒരു ആരുടെ സപ്പോർട്ടോടുകൂടിയാണെങ്കിലും അല്പം എന്താണ് സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഏതൊരു സീനിയർ ഓഫീസറും അയാളെ വിളിച്ച് താക്കീത് ചെയ്യും. ആ താക്കീത് ചെയ്യുക മാത്രമേ ചെയ്തുള്ളൂ. അല്ല, അതൊരു കയ്യേറ്റം വരെ എത്തിയിരുന്നു എന്നാണ് റിപ്പോർട്ട്. താങ്കൾക്ക് ഇപ്പോൾ അത് വെളിപ്പെടുത്താമല്ലോ. അല്ല, ഒരു കയ്യേറ്റമില്ല. അവിടെ ഒരു IG ഉണ്ട്. ഞാൻ 2 സീനിയർ ഓഫീസർമാരെ മാത്രമേ വിളിച്ചത്. ആദ്യം ഞാൻ വിളിച്ചത് എല്ലാവരും കൂടി മീറ്റിംഗ് വിളിച്ചിട്ട് അവിടെ പബ്ലിക്കായിട്ട് പറയണമെന്നുള്ളതാണ്. ഞാൻ വിചാരിച്ചു അതിൽ മാന്യത എന്ന് പറയുന്നത് 2 സീനിയർ മോസ്റ്റ് ഓഫീസർമാരെ മാത്രം വിളിച്ച് സംസാരിക്കുക. താങ്കൾക്കെതിരായിട്ട് അദ്ദേഹം പരാതി കൊടുത്തിരിക്കുന്നത്, സർക്കാരിൽ പരാതി കൊടുത്തിരിക്കുന്നത് താങ്കൾ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തി അപമാനിച്ചു, കയ്യേറ്റം വരെ എത്തിയെന്നാണ്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, എനിക്ക് കിട്ടിയതാണല്ലോ എൻ്റെ കോപ്പി. അതെ, അതിനെ തുടർന്ന് താങ്കളോട് സർക്കാർ ഒരു വിശദീകരണം ചോദിക്കില്ല. അതിന് നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. താങ്കൾ നല്ലൊരു മറുപടി കൊടുത്തിരിക്കുന്നു. ആ മറുപടിയിൽ താങ്കൾ പറഞ്ഞിട്ടുണ്ടോ, ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു, വളരെ നിർണായകമായ ചില ഫയലുകൾ ടോമിൻ ജെ തച്ചങ്കരി കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട് എന്നുള്ളൊരു വിമർശനം താങ്കൾ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ അവിടെ നടന്ന കാര്യങ്ങൾ അതേപടി പറഞ്ഞിട്ടുണ്ട്. അതിൽ കൊണ്ടുപോയിട്ടുണ്ട്. അതൊരു ഒഫീഷ്യൽ സീക്രട്ട് ആക്ടിലോ മറ്റോ ഒരു അന്വേഷണം നടത്തിയാൽ മാത്രമേ അത് ശരിക്കും കണ്ടെത്താൻ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 18ഓളം നിർണായകമായ ഫയലുകൾ, അതിൻ്റെ നമ്പറടക്കം പുറത്തു വന്നിട്ടുണ്ട്. ആ 18ഓളം നിർണായകമായ ഫയലുകളാണ് ടോമിൻ ജെ തച്ചങ്കരി കടത്തിക്കൊണ്ടുപോയിരിക്കുന്നത്. ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത് ഈ ഫയലുകളുടെ സ്വഭാവം എന്താണ്? കാരണം പലതരത്തിലുള്ള അന്വേഷണം ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുമൊക്കെ നേരിടുന്ന ഒരാളാണ് ടോമിൻ ജെ തച്ചങ്കരി. എന്തായിരിക്കും ഈ ഫയലിൻ്റെ സ്വഭാവം? കടത്തിക്കൊണ്ടുപോയി എന്ത് നടപടി നിങ്ങൾ ആ കാര്യത്തിൽ സ്വീകരിച്ചു? അല്ല, ഈ ഫയലുകളുടെ സ്വഭാവം എന്ന് പറയുന്നത് എല്ലാം ഈ ടോമിൻ ജെ തച്ചങ്കരിയെ കുറിച്ചുള്ള ഫയലുകളാണ്. അദ്ദേഹം കടത്തിയിരിക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ചുള്ള അന്വേഷണ ഫയലുകൾ. അതെ, അവിടെ ഉണ്ടായിരുന്ന ഫയലുകൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം കറപ്ഷൻ റിലേറ്റഡ് ആണ്. വാസ്തവത്തിൽ ആ ഫയലുകളുടെ നമ്പർ വെച്ച് ഇനി അപ്ലൈ ചെയ്താൽ പബ്ലിക്കിന് റൈറ്റ് ടു ഇൻഫർമേഷൻ ആ ഫയൽ കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല. കിട്ടിയേ പറ്റുള്ളൂ ഇനി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ പറയുന്ന ഈ ഫയലുകളെല്ലാം അദ്ദേഹം T സെക്ഷനിൽ കടത്തിക്കൊണ്ടുപോയിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, T സെക്ഷൻ ആയാലും ഇന്റലിജൻസ് ആയാലും IB ആയാലും ഒക്കെ ആയാലും കറപ്ഷനും ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനും കൊടുക്കാതിരിക്കാൻ യാതൊരു നിയമവുമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് പോലീസ് ആസ്ഥാനത്ത് നിന്ന് T2 3296/2008 മുതൽ T2 33958/2016 വരെയുള്ള നിർണായകമായ 18 ഫയലുകളാണ് ടോമിൻ ജെ തച്ചങ്കരി കടത്തിക്കൊണ്ടുപോയിരിക്കുന്നത്. ചുരുക്കത്തിൽ നമ്പർ എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഫയലുകൾ കൊണ്ടുപോയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഈ കള്ളനെ താക്കോലേൽപ്പിക്കുന്ന പോലെ ഒരു പരിപാടിയായി പോയോ ടോമിൻ ജെ തച്ചങ്കരിയെ ആസ്ഥാനം ഏൽപ്പിച്ചത്? ഈ കള്ളനെ താക്കോലേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് പലപ്പോഴും ആ ഉപമ ശരിയായിട്ട് തോന്നാറില്ല. കാരണം അയാൾ കക്കുന്ന എല്ലാവർക്കും ഉറപ്പാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കള്ളനല്ലാന്ന് വിചാരിച്ചിട്ട് കള്ളനെ താക്കോലേൽപ്പിക്കുന്ന സ്വഭാവമാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ ടോമിൻ ജെ തച്ചങ്കരിയെ സഹായിക്കുന്ന അധികാര കേന്ദ്രം? അധികാര കേന്ദ്രം എനിക്ക് തോന്നുന്നു 2 ഗവൺമെൻറ് കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് വളരെ സ്വാധീനം ടോമിൻ തച്ചങ്കരി ചെലുത്തുന്നതായിട്ട്. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തും അന്നത്തെ മുഖ്യമന്ത്രിയോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ചില പോസ്റ്റിംഗ് വന്നപ്പോൾ നിങ്ങൾ ചോദിച്ചു നോക്കുള്ളൂ, അദ്ദേഹം ഉണ്ടല്ലോ ഇത്രയും ആരോപണങ്ങളും ഡിസ്പ്രൊപ്പോർഷൻ അസറ്റ് കേസും ഒക്കെ ഉള്ള ഒരാളെയാണോ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആക്കുന്നതെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടോമിൻ തച്ചങ്കരിയുടെ ആ ഫയലുകൾ കൊണ്ടുപോയാലുള്ളതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അതിലും 3 ഫയൽ എൻ്റെ അന്വേഷണത്തിൻ്റെയാണ്, റിപ്പോർട്ടുകളാണ്. ഒരു ക്വാറിയുടെ 2 or 3 ക്വാറിയുടെ ഫയലുകൾ ഞാൻ അന്വേഷിച്ചതാണ്. അതിലുള്ള ഡേഞ്ചേഴ്സ് ഞാൻ പറയാം. ഇപ്പോൾ
അതിലുള്ള പേപ്പറിൽ കുറേയധികം റിപ്പോർട്ട്സ് സൈൻ ചെയ്തിരിക്കുന്നത് പല ജൂനിയർ ഓഫീസർമാരായിരിക്കും. ഇപ്പോൾ ഈ പറയുന്ന ഓഫീസറുടെ തന്നെ ജൂനിയർ ഓഫീസർമാരായിരിക്കും. കാരണം എല്ലാ ഒപ്പും അതായത് ഡി ജി പിമാരും ഇടുന്നതല്ല. അപ്പോൾ ആ ഓഫീസർമാർക്ക് ഇനി പ്രശ്നങ്ങളുണ്ടാകും. ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ ഓഫീസറാണ്, ഇവനാണ് എനിക്കെതിരെ ഈ റിപ്പോർട്ട് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അയാൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകാതെ അതിനെ സംബന്ധിച്ച്. 2, ഈ ഫയലുകളിൽ കുറേ ഫയലുകൾ അവിടെ മാത്രമുള്ള ഫയലുകളാണ്. അത് നശിപ്പിക്കപ്പെട്ടാൽ പിന്നീട് ആ ഫയലുകൾ റിക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ല, താങ്കൾ ഈ കാര്യം എഴുതി തന്നെ അറിയിക്കേണ്ട ആളുകളെ അറിയിച്ചതിന് ശേഷവും കോടതിയിൽ നല്ലൊരു സത്യവാങ്മൂലവുമാണ്, അദ്ദേഹത്തിനെ കുറിച്ച് നല്ല സർട്ടിഫിക്കറ്റാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, താങ്കൾ ഈ പറയുന്ന കണക്ക് ചില ഉദ്യോഗസ്ഥരുടെ മാത്രം താല്പര്യമേ ഉള്ളൂ, പൊളിറ്റിക്കലായ താല്പര്യങ്ങൾ തച്ചങ്കരിയെ സംരക്ഷിക്കാൻ ഉണ്ട് എന്ന് സംശയിക്കാവുന്നൊരു സാഹചര്യം ഉണ്ടല്ലോ. പിണറായി വിജയൻ അത്ര മണ്ടനായ ഒരു മുഖ്യമന്ത്രിയാണോ? ദാറ്റ് ഹാപ്പൻഡ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഗവൺമെൻറ് എന്ത് കൊടുത്തു എന്നറിയില്ല. ഞാൻ ആകെ മനസ്സിലാക്കുന്നത് ആ കൊടുത്തിരിക്കുന്ന കേസിൽ ഞാനും TP സെൻകുമാർ SPC കേരളയും ഒരു റെസ്പോണ്ടൻ്റ് ആയിരുന്നു. എന്നോട് ഇതുവരെ ഒന്നും കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. എന്നോട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആവശ്യപ്പെടുകയാണെങ്കിൽ അതാണ് നിർണായകമായിട്ടുള്ള കാര്യം. അതായത് താങ്കൾ ഈ കേസിൽ കക്ഷി ചേരുമോ? കക്ഷി ചേരേണ്ട ആവശ്യമില്ലല്ലോ. ഞാനല്ലല്ലോ കേസ് കൊടുത്തിരിക്കുന്നത്. അതിൽ കേസ് കൊടുത്തിരിക്കുന്നതും അതുപോലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്നോട് ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തെല്ലാം സംഭവങ്ങൾ എനിക്കറിയാം എന്ന് തീർച്ചയായിട്ടും കോടതിയിൽ ഞാൻ അഫിഡവിറ്റ് കൊടുക്കും. താങ്കൾ തന്നെ ചില കേസുകൾ അന്വേഷിച്ചിരുന്നല്ലോ. ഇപ്പോൾ ക്വാറി കേസുകൾ താങ്കൾ അന്വേഷിച്ചിരുന്നു എന്ന് താങ്കൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ താങ്കൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമല്ലോ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ. തീർച്ചയായിട്ടും അത് നെഗറ്റീവാണ്. അത് നെഗറ്റീവാണ് തീർച്ചയായിട്ടും. അല്ല, പക്ഷേ ഇതിനൊരു പ്രശ്നം, ഒരു സംവിധാനത്തിനുള്ളിൽ പ്രവർത്തിച്ച ആളെന്നുള്ള എനിക്ക് താങ്കൾക്ക് അറിയാൻ കഴിയുമല്ലോ, ചില പേട്രൺസ് ഇല്ലാതെ ഇത് നടക്കുമോ? പേട്രൺസ് തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ആ പേട്രൺസ് ആരാണെന്നാണ് എൻ്റെ ചോദ്യം. ആ പേട്രൺസ് ആരാണെന്ന് ഒരു അന്വേഷണത്തിൽ കൂടി കണ്ടെത്താൻ പറ്റുള്ളൂ. അത് പൊളിറ്റിക്കൽ പേട്രൺസ് ആണോ അതോ ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പേട്രൺസ് മാത്രമേ? തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ പേട്രൺസും ഉണ്ട്, ഉദ്യോഗസ്ഥ തലത്തിലുള്ള പേട്രൺസും ഉണ്ട്. അതായത് ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക് അഭിമതനായതുകൊണ്ടാണ് ടോമിൻ ജെ തച്ചങ്കരി ഇപ്പോൾ ഈ പോസ്റ്റിലിരിക്കുന്നത്. ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക് മാത്രമല്ല, എല്ലാ പാർട്ടിയിലും അദ്ദേഹത്തിന് ആളുകളുണ്ട്, ഉണ്ടായിരുന്നല്ലോ, സംരക്ഷകരുണ്ട്. ഞാൻ പറയാം, 15 വർഷം മുമ്പ് ഞാൻ KSBC MD ആയിരിക്കുമ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഫോൺ എടുത്ത ആൾ എന്നോട് പറഞ്ഞു, സാറേ ഇത് 6ാമത്തെ ഫോൺ കോളാണ് ചില വിഭാഗങ്ങളിൽ നിന്ന് ഇദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടി വിളിക്കുന്നത്. അപ്പോൾ അന്നെന്തോ ഉണ്ട്. അതുപോലെ പലപ്പോഴും ഉണ്ടായിരുന്ന നമ്മൾ സാറിന് ഡിപ്പാർട്ട്മെൻറ്റൽ ആക്ഷൻ ഉണ്ടാകും, അതെല്ലാം എങ്ങനെ പോയെന്ന് നോക്കിയാൽ മതി, അതെല്ലാം തിരിച്ചു നോക്കിയാൽ മതി. അപ്പോൾ അന്നുണ്ടാകുന്ന ഡിപ്പാർട്ട്മെൻറ്റൽ ആക്ഷൻ ആരാണ് എഴുതി തള്ളുന്നത്? ഇത്തരം കേസുകൾക്ക് ഇപ്പോൾ ആലപ്പുഴയിലെ ഇത്ര കേസെടുക്കണമെന്ന് പറഞ്ഞ കേസിനൊക്കെ ആരാണ് എഴുതി തള്ളുന്നത്? അതും ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ. അവിടെയാണ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഓഫീസർമാരായിട്ടുള്ള സ്വാധീനം വരുന്നത്. അല്ല, ശരി. ഇപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിലെ സർക്കാരുകളിലും പാർട്ടികളിലും ഒക്കെ ഇദ്ദേഹത്തിന് താല്പര്യങ്ങളും ഇദ്ദേഹത്തിനെ സംരക്ഷിക്കുന്ന ആളുകളും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, സമ്മതിക്കുന്നു. ഇപ്പോൾ ഈ സമയത്ത് ആരാണ് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പേട്രൺ? അത് പിണറായി വിജയനാണോ, കോടിയേരി ബാലകൃഷ്ണനാണോ, CPM എന്ന പാർട്ടിയാണോ? അത് വ്യക്തമാക്കണം. അത് എനിക്കറിയാൻ പറ്റില്ല. ദർ ഇസ് എ പൊളിറ്റിക്കൽ പാട്രണേജ് ടു ഹിം, ഡെഫിനറ്റ്ലി ദർ ഇസ് എ പൊളിറ്റിക്കൽ പാട്രണേജ് ടു ഹിം. അതുകൊണ്ടാണല്ലോ ADGP ഹെഡ്ക്വാർട്ടറായിട്ട് വരികയും ഇത്ര ഒന്നും അറിയില്ലാത്ത ഒരാൾ ADGP ഹെഡ്ക്വാർട്ടറായിട്ട് പെട്ടെന്ന് പോസ്റ്റ് ചെയ്യുകയും അതുപോലെ എനിക്കെതിരെ റിപ്പോർട്ടുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഡ്യൂ കോഴ്സിൽ ഇതൊക്കെ ആദ്യം നടന്ന സംഭവങ്ങളാണ്. ഡ്യൂ കോഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്ര ചെറിയ സമയമായിരുന്നു, ഒരു 3-4 മാസം ഉണ്ടായിരുന്നെങ്കിൽ ബൈ ദാറ്റ് ടൈം ഈ ഗവൺമെൻറ് തന്നെ മനസ്സിലാക്കുമായിരുന്നു. ഇപ്പോൾ തന്നെ അവർക്ക് കുറേ മനസ്സിലായിട്ടുണ്ടാവണമെന്ന് വിചാരിക്കുന്നു. കാരണം എന്നോട് ആദ്യം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്ന ചെറിയ അവിശ്വാസം ഒരു പകുതിയായപ്പോഴേക്കും തീരില്ലാതായി, അവസാനമായപ്പോൾ പൂർണ്ണമായിട്ട് ഇല്ലാതായെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇല്ലാതായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്ക് പോകാൻ യോഗ്യനായ ഒരാളായിരുന്നു താങ്കളുടെ പേര് ക്ലിയർ ചെയ്യപ്പെട്ടതാണ് ഗവർണർ ഓഫീസ്. ഇനിയിപ്പം അതിനകത്ത് ചില നടപടിക്രമങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ സർക്കാർ ഇതുവരെ ആ റിപ്പോർട്ട് അയച്ചിട്ടില്ല. താങ്കളിൽ ഈ സർക്കാരിന് വിശ്വാസം അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നില്ല. അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അവർ വളരെ ഹാൻഡി ആയിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. താങ്കളോട് അവസാന ഘട്ടത്തിൽ വലിയ വിശ്വാസവും വാത്സല്യവും സ്നേഹവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ എന്തുകൊണ്ട് താങ്കളുടെ പേര് ശുപാർശ ചെയ്യുന്നില്ല? അതിൻ്റെ ആദ്യഘട്ടമല്ലേ. പിന്നെ എന്നോട് വിശ്വാസം വരുന്നത് ഏകദേശം ഒരു 15-20 ദിവസമല്ലേ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഈ ഗവൺമെൻറ്റിന് അത് അയക്കാൻ പറ്റിയില്ലെങ്കിൽ ആൾറെഡി ഒരു കണ്ടംപ്റ്റ് കേസ് ഹൈക്കോടതി വന്നിട്ടുണ്ട്, ഞാൻ മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ട് അത് അയക്കാതിരിക്കുകയോ ചെയ്യുന്നുള്ളത് ഗവൺമെൻറ് ചെയ്യേണ്ടി വരും. നോക്കൂ, ഇത് ഒരു നടപടിയില്ലാതെ ഇത് എവിടെ വെച്ചിരുന്നത് എത്രയോ മാസങ്ങളോളം. അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഓർഡർ വന്നു, 2 ആഴ്ചയ്ക്കകം ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ നടപടികളും സ്വീകരിക്കാൻ
മാർഗ്ഗങ്ങളുണ്ടല്ലോ. അത് വെറുതെ ഒരു എന്താ പറയുക മാറ്റിവെക്കുകയൊന്നുമല്ല. അതിനൊരു സാഹചര്യം കൃത്യമായി ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് ഒരു സർക്കാർ സംവിധാനം പ്രവർത്തിക്കുക. ഇപ്പം നിങ്ങൾ തന്നെ ഒരു കേസിൽ അന്വേഷണം നടത്തുമ്പോൾ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സാഹചര്യപരമായിട്ടുള്ള എല്ലാ തെളിവുകളും സമാഹരിച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഒരു നടപടിക്രമത്തിൽ സർക്കാർ മുന്നോട്ട് പോവുക. ഇവിടെ എന്താ സംഭവിച്ചത്? ജേക്കബ് തോമസ് ഇരിക്കുന്ന കാലഘട്ടത്തിൽ, വിജിലൻസ് ഡയറക്ടറായിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ 6 കേസുകൾ താങ്കൾക്കെതിരെ വിജിലൻസിലുണ്ട്, 6 പരാതികളുണ്ട്. അപ്പോൾ പിന്നെ താങ്കളുടെ വിശ്വാസം ഇത് ചോദ്യം ചെയ്യപ്പെട്ടു. അതെല്ലാം തീർന്നുപോയി. ശരി, അങ്ങനെയാണെങ്കിൽ ഈ ജേക്കബ് തോമസിൻ്റെ താല്പര്യം എന്തായിരുന്നു? ഈ നിർണായകമായ ഘട്ടത്തിൽ 6ഓളം പരാതികൾ താങ്കൾക്കെതിരെ എൻ്റർടൈൻ ചെയ്യാനുള്ള വിജിലൻസ് ഡയറക്ടറായിരുന്ന സമയത്ത് ജേക്കബ് തോമസിൻ്റെ താല്പര്യം എന്തായിരുന്നു? താങ്കൾ അന്വേഷിക്കണമല്ലോ. അല്ല, ജേക്കബ് തോമസ് അതിൽ മാത്രമല്ലല്ലോ താല്പര്യം കാണിച്ചത്. പല ക്രിമിനൽസിനെയും കൊണ്ട് പെറ്റീഷൻ വാങ്ങിപ്പിക്കുക. എൻ്റെ പേരിൽ മാത്രമല്ല കേട്ടോ, ഇത് കുറേ പേരുടെ പേരിൽ ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഇപ്പോൾ അത് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ശരിക്കും പറഞ്ഞാൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെയൊക്കെ നിർദ്ദേശം എന്ന് പറയുന്നത് അനോണിമസ് പെറ്റീഷൻ അന്വേഷിക്കരുതെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാക്കുക. ഇപ്പം ഞാനിപ്പോൾ വിജിലൻസ് ഡയറക്ടറാണെന്ന് വെച്ചാൽ, സപ്പോസ് ഐ വാണ്ട് ടു ടേക്ക് യു ഫോർ എ പ്രോബ്ലം, ആരെങ്കിലുമായിട്ട് ഏതെങ്കിലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിട്ട് ബന്ധമുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ഞാൻ ഒരാളെ കൊണ്ട് ഒരു അനോണിമസ്, അല്ലെങ്കിൽ ഞാൻ തന്നെ ഡ്രാഫ്റ്റ് ചെയ്യുക, ഒരു അനോണിമസ് പെറ്റീഷൻ വാങ്ങിച്ചിട്ട് ഇയാളുമായിട്ട് ഒഫീഷ്യൽ ഇത് നടത്തിയിട്ട് യു ഹാവ് ടേക്കൺ മണി, എനിക്കൊരു കേസ് രജിസ്റ്റർ ചെയ്യാം. മനസ്സിലായോ? അത്തരം പണികൾ പോലെയാണ്. അല്ല, അപ്പോൾ അത്തരം പണികളൊക്കെയാണോ ജേക്കബ് തോമസ് ഒരു വിജിലൻസ് ഡയറക്ടർ എന്നുള്ള സ്ഥാനത്തിരുന്നുകൊണ്ട് ചെയ്ത്? ഇതെല്ലാം വളരെ ക്രിമിനലായ നീക്കങ്ങളാണ്. ഇപ്പം ഈ എൻ്റെ കേസിലൊക്കെ ചെയ്തത് എങ്ങനെയാണ്? അനോണിമസ് പെറ്റീഷൻസിൽ എങ്ങനെയാണ് ഇത്തരം കേസ് നടപടികൾ വന്നത്?